കഴിഞ്ഞ ഡയലോഗിൽ എടി എന്നൊരു വിളിയുണ്ടല്ലോ, ദെൻ മെറിൻ അടിക്കുന്നു. ഓക്കെ അല്ലേ? ഗെറ്റ് റെഡി. മെറിൻ റെഡിയല്ലേ? റെഡിയാണ് സർ. ഷാവുൽ റെഡിയാണോ? റെഡി സർ. ഓക്കെ, നമുക്ക് ടാഗ് പോകാം. ഓക്കെ സാർ. ആക്ഷൻ. I'm sorry. I'm sorry. എന്താ പറ്റിയത്? സർ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പ്രിയങ്ക, ആർ യു ഓക്കെ? എന്താ ഓക്കെ ആണെന്ന്? ഇങ്ങനെയാണോ സിനിമ അഭിനയിക്കുന്നത്? ഇവള് കരുതി കൂട്ടി എന്റെ മോളെ തല്ലിയതാ. പ്ലീസ് പ്ലീസ്, എന്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് വന്നപ്പോ മുതൽ എന്റെ മോളെ പിടിച്ചിട്ടില്ല, അതുകൊണ്ട് നീ കരുതി കൂട്ടി തല്ലിയതാ. പകരം നിന്റെ കരുണക്കുറ്റിക്ക് ഞാനൊന്ന് തരട്ടെ. അയ്യോ സർ, ഞാൻ സോറി പറഞ്ഞു. ഇതൊക്കെ ഷൂട്ടിങ്ങിനിടയിലെ സാധാരണ കാര്യല്ലേ? നിനക്ക് ഇതൊരു സാധാരണ കാര്യമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. മുത്തശ്ശി, മുത്തശ്ശി നീ വന്നേ. എന്താ നടി? സർ, ഒരു മിനിറ്റ്. മുത്തശ്ശി വാ, എന്നെ പറയട്ടെ. എനിക്കത് ചോദിക്കാം. വാ. ഐ ആം സോറി സർ, പറ്റിപ്പോയി. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മുത്തശ്ശി, അത് കാര്യമാക്കണ്ട. ഇതൊക്കെ സംഭവിക്കാറുള്ളതാ. എടി, അങ്ങനെ നിന്റെ ദേഹത്ത് തൊട്ടിട്ടേ അവൾ ആളാവണ്ട. മുത്തശ്ശി ഇവിടെ ഇരുന്നോ, അങ്ങോട്ട് വരണ്ട. നീ പിന്നെ ചെന്ന് അവളുടെ തല്ലുകൊള്ളാൻ പോവാണോ? മുത്തശ്ശി, ഇത് സിനിമയാ, ഒന്ന് അടങ്ങിയിരിക്കോ ഇവിടെ. പക്ഷെ നീ നോക്കിക്കോടി മോളെ, ഈ സിനിമ തീർന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ നടുമ്പുറത്ത് ഞാൻ ചവിട്ടിയിരിക്കും. ഇതിപ്പോ എന്താ ചെയ്യാന്നറിയില്ല. എന്ത് കാരണം ഉണ്ടായാലും സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയുന്നൊരമ്മ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവരും ഈ പറയുന്ന കഥയില് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ ശ്യാമ മാഡത്തിനെ വെറുത്തുപോകും. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. മോളെ, മോളെ നിക്ക. മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മനസ്സിലായി മാഡം. എന്റെ അമ്മയാണ് ശ്യാമ മാഡം എങ്കിൽ എന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോ അംഗീകരിക്കണമെന്നല്ലേ? ഫിദ മാഡത്തിന് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നിന്ന് ഈ നിൽക്കുന്ന ഞാൻ വരെ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്റെ അമ്മയെ ഓർത്തിട്ട്. എനിക്കത് പൊറുക്കാൻ പറ്റില്ല മാഡം. ഞാൻ ഇറങ്ങും. ഈ കൈ നിറച്ച് കാശ് കിട്ടുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അതെ ആർക്കും പറഞ്ഞ മനസ്സിലാവില്ല. ഓ, എണ്ണിയത് അങ്ങോട്ട് എടുത്തു വെക്കടി മോളെ. ബാൻഡ് ഇനി എത്ര കിട്ടുവടി നമുക്ക്? അതൊന്നും അറിഞ്ഞൂടാ മുത്തശ്ശി. ഇതിപ്പോ തന്നെ ശരത്ത് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് അവര് തന്നതാ. ബാക്കി എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. എടി ദേ, ബാക്കിയൊക്കെ നിന്റെ മിടുക്ക് പോലിരിക്കും. എടി, ഇവന്മാരെയൊക്കെ ഒന്ന് സോപ്പിട്ട് നിർത്തണം. എന്തായാലും അഭിനയിക്കാൻ പോവല്ലേ, അപ്പൊ പിന്നെ ഇവന്മാരുടെയൊക്കെ കൂടെ ഒന്ന് അഭിനയിച്ച എന്താടി നഷ്ടം? അതൊക്കെ മോശമാ മുത്തശ്ശി. എന്തു മോശം? ഓ, പിന്നെ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ വലുതും അത്ര നല്ലതാണോ? ഓ, ഈ പുത്തൻ നോട്ടിന്റെ മണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ,
അത് വേറെ ഒന്നിനും കിട്ടില്ല. എന്റെ ദൈവമേ, ആയുസ് മുഴുവൻ ഇങ്ങനെ ഇരുന്ന് കാശ് എണ്ണാനുള്ള വിധി നീ ഉണ്ടാക്കി തരണേ. എന്താ യശോദയെ നോക്കുന്നേ? എടി, നീ കുടുക്കയിലിട്ട് കൂട്ടുന്ന പോലൊന്നും അല്ല, ഇതാണ് കാശ്. ദൈവമേ, കൊണ്ടുത്തായോ കൊണ്ടുത്തായോ എന്നും പറഞ്ഞേ ആകാശത്തേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാശുണ്ടാക്കാനുള്ള വഴി അറിയണം. എടി, ഇത് വെറും അഡ്വാൻസ്. ഇനി എത്ര ലക്ഷമാണാവോ വന്ന് കേറാനിരിക്കുന്നത്. അതൊക്കെ കണ്ടിട്ടേ നീയൊക്കെ ബോധം കെട്ട് വീഴാതിരുന്നാ മതി. പണം കണ്ടൊന്നും യശോദര കണ്ണ് മഞ്ഞളിക്കില്ലേ? ഇല്ലായ്മ കണ്ട് ശീലിച്ചവളാ അവള്. ഓ, വന്നോ? നാട്ടിലിറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ബാക്കിയുള്ള സിനിമാ താരങ്ങളെ പ്രതിഫലം പറഞ്ഞിട്ടാ അഭിനയിക്കാൻ പോന്നെ. എന്റെ പ്രിയങ്ക മോള് പ്രതിഫലം പറയാൻ തുടങ്ങിയപ്പോ ആ സംവിധായകനും നിർമ്മാതാവും പറഞ്ഞതെന്താന്നറിയോ? പ്രിയങ്കയുടെ കഴിവനുസരിച്ച് പ്രിയങ്കയ്ക്ക് എത്ര കൊടുക്കാനും ഞങ്ങൾക്ക് മടിയില്ലെന്നാ. നാട്ടുകാർക്ക് മനസ്സിലായി. പക്ഷേ ചിലർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. എടോ, താനെന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നു? താൻ തന്റെ ജോലി നോക്കുക. ആ ദേവോ, അവിടെ നിന്ന് നിന്നേ. പിന്നെ